ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും ഇസ്രയേലിന് കടുത്ത വിമർശനവുമായി അറബ് ഇസ്ലാമിക് ഉച്ചകോടി. ആക്രമണം സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നടപടിയാണെന്ന് സംയുക്ത പ്രസ്താവന. GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ. GCC ഡിഫൻസ് കൗൺസിൽ അടിയന്തര യോഗം ചേരാനും തീരുമാനമായി. എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. എസ് രഞ്ജിത്ത്, ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത് അറബ് ഇസ്ലാമിക് ഉച്ചകോടി. ഒപ്പം ഖത്തറിന് പൂർണ്ണ പിന്തുണ കൂടി ഉറപ്പാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്? തീർച്ചയായും സുബി, ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വിളിച്ചു ചേർത്ത അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് വിവിധ ലോകരാജ്യങ്ങൾ ഉയർത്തുന്നത്. ഇസ്രായേലിനെതിരായ സംയുക്ത പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കാനാണ് ഈ അറബ് ഉച്ചകോടിയിൽ ഇപ്പോൾ GCC രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി GCC ഡിഫൻസ് കൗൺസിൽ ഉടൻ തന്നെ യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. ഭീഷണികളെ ഒരുമിച്ച് ചെറുക്കാനാണ് GCC രാജ്യങ്ങളുടെ തീരുമാനം. GCC രാജ്യങ്ങളുടെ പ്രതിരോധ സാഹചര്യം, ഭീഷണി സാധ്യതകളും വിലയിരുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് അധികം വൈകാതെ തന്നെ കടക്കാനും ഇന്ന് ചേർന്ന ഈ അറബ് ഉച്ചകോടിയിൽ തീരുമാനമായിട്ടുണ്ട്. ഇസ്രായേലിന്റെ നടപടി എല്ലാ അന്താരാഷ്ട്ര മര്യാദകളുടെയും ലംഘനമാണ് എന്ന രീതിയിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പ്രതികരിച്ചത്. ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രകോപനം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന തരത്തിലുള്ള പ്രതികരണവും അമീറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഒപ്പം തന്നെ മറ്റ് വിവിധ അറബ് രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരും അതിരൂക്ഷമായ ഭാഷയിൽ ഇസ്രായേലിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് അറബ് ഉച്ചകോടിയിൽ ഉണ്ടായത്. ദോഹയിലെ ആക്രമണത്തിന് ഒരു ന്യായീകരണവുമില്ലെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ പറഞ്ഞു. ഇസ്രായേലിന് മേൽ ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാകണമെന്ന ആവശ്യം കൂടി ഈ തുർക്കി പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇസ്രായേലിനെതിരായ നിശബ്ദത അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നായിരുന്നു ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി ജനറൽ അഹമ്മദ് എബോൾ ഗെയ്സിന്റെ പ്രതികരണം. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമൂഹത്തിനായി നാറ്റോ ശൈലിയിലുള്ള പ്രതിരോധ ഉടമ്പടി വേണമെന്ന നിർദ്ദേശം ഇറാഖ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ചർച്ചകളാണ് പ്രധാനമായും ഈ അറബ് ലീഗ് ഉച്ചകോടിയിൽ മുന്നോട്ട് പോയത്. എന്തായാലും ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഈ വിവിധ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രതലവന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.